Cali know then Cali know then Cali know then yeah. Cali know then Cali know then Cali know then yeah. Hey yo, it's Northern California, grab a drink and let the record show. It's Northern California, grab a drink. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൽ മെയിനായിട്ടും മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഉള്ളത്. അപ്പോൾ അധികം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അത് അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു മെർച്ചന്റ് നേവി റിലേറ്റഡ് വീഡിയോസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പം സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് മെർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോസ് കാണുന്നത് നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഈ ചാനലിലെ ഈ വീഡിയോസ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും മെർച്ചന്റ് നേവിയുടെ കുറേ അറിയാത്ത കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അഡ്വാൻറ്റേജസ് ഓഫ് മെർച്ചന്റ് നേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണേ. പലർക്കും മെർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ അറിയുന്നത് ഒരു ഹൈഫൈ ജോബാണ്, അതായത് കുറേ സാലറി വാങ്ങാം, ഒരു നല്ല ലക്ഷറി ആയിട്ടുള്ള ലൈഫാണെന്നൊക്കെയാണ് പലരുടെയും മെർച്ചന്റ് നേവിനെ കുറിച്ചുള്ള ധാരണകൾ. എന്നാൽ മെർച്ചന്റ് നേവിക്ക് നല്ല സൈഡ് മാത്രമാണ് ഉള്ളത്, അതായത് നല്ല ഗുണങ്ങൾ മാത്രമാണോ? തീർച്ചയായിട്ടും അല്ല. ഒരു മെർച്ചന്റ് നേവി ഫീൽഡ് ആവുമ്പോൾ അതിന് അഡ്വാൻറ്റേജസും അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. മെർച്ചന്റ് നേവിക്കും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെർച്ചന്റ് നേവി. പുറമേ നിന്ന് നോക്കി കാണുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ലൈഫല്ല മെർച്ചന്റ് നേവി ഫീൽഡിലുള്ള സീഫറേഴ്സിനുള്ളത്. പൊതുവേ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് അവരുടെ ഒരു ലക്ഷറി ആയിട്ടുള്ള ലൈഫാണ്, കുറെ സാലറി കിട്ടുന്ന ജോബാണ്. പക്ഷെ ഒരു സാലറി ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ പല തരത്തിലുള്ള കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഈ ഒരു ഷിപ്പിൽ സഹിക്കുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെർച്ചന്റ് നേവി ഫീൽഡിന്റെ നല്ല നല്ല സൈഡുകൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു ജോബ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിന്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. മെർച്ചന്റ് നേവിയുടെ പോരായ്മകളെ കുറിച്ചിട്ട് അറിയണമെന്ന് താല്പര്യമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇതിൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് സീ സിക്നസ്. ഷിപ്പിൽ ആദ്യമായിട്ടൊക്കെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ സീ സിക്നസ്. എന്താണ് സീ സിക്നസ്? ഷിപ്പിൽ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഷിപ്പ് കുറച്ച് മൂവ് ചെയ്യാൻ തുടങ്ങി, ഒരു ഷിപ്പ് സെയിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഛർദിയും തലവേദന, നടുവേദന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതിൽ മെയിനായിട്ട് ഉണ്ടാവുന്നതാണ് തലവേദനയും ഛർദിയും. ഷിപ്പിൽ ജോയിൻ ചെയ്തെങ്കിലും ഛർദി കാരണം ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഇനീഷ്യൽ ഡേയ്സിൽ ഉണ്ടാവുന്നത്. എൻ്റെ ഹസ്ബൻഡിനായി കഴിഞ്ഞാലും ആദ്യമായിട്ടൊക്കെ ഷിപ്പിൽ കയറിയ സമയത്ത് ഫുൾ ഒരു 2-3 ദിവസത്തേക്ക് ഛർദിയായിരുന്നു. അപ്പൊ ഇത് ആ ഒരു അഡാപ്റ്റേഷന്റെ ഭാഗമാണ്. അതായത് നാട്ടിൽ തന്നെ താമസിച്ചിട്ട് പെട്ടെന്ന് സീയിലേക്ക് പോയിട്ട് സീയുടെ സെയിലിംഗുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ ഒരു സീ സിക്നസ് സംഭവിക്കുന്നത്. 2-3 സെയിലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ സീ സിക്നസും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അത് ഓരോരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കാരണം എല്ലാവർക്കും ഈ ഒരു സീ സിക്നസ് പെട്ടെന്ന് മാറിക്കൊള്ളണമെന്നില്ല. കാരണം നാട്ടിൽ വന്നിട്ട് ഒരു 4-5 മാസത്തെ ലീവിനൊക്കെ ശേഷം പിന്നെയും സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ സിക്നസ് വർഷങ്ങൾക്ക് ശേഷം പിന്നെയും കാണുന്നതായിട്ടുണ്ട്. നെക്സ്റ്റ് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലവും ഹോം സിക്നസും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയേ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇന്റർനെറ്റ് ഫെസിലിറ്റി ആണ് അവിടെ മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതായത് എല്ലാ ഷിപ്പിലും ഫ്രീ ആയിട്ടുള്ള ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. വലിയ വലിയ കമ്പനീസിലൊക്കെ മാത്രമാണെങ്കിലാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റ അവർക്ക് കൊടുക്കുന്നത്. ചെറിയ കമ്പനീസ് ഒക്കെ ആകുമ്പോൾ ഓരോ MBക്ക് ഇത്ര MB അല്ലെങ്കിൽ ഇത്ര GBക്ക് ഇത്ര എമൗണ്ട് അവർ സാലറി നിന്നും പേ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അവർക്ക് ഇന്റർനെറ്റ് ലഭിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ലഭിച്ചാൽ തന്നെ കാലാവസ്ഥ, അതായത് വെതർ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്റർനെറ്റിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും നെറ്റിന് പ്രശ്നം വരുന്നത്. അതായത് സാറ്റലൈറ്റ് നെറ്റിന് പ്രശ്നം വരുമ്പോൾ തന്നെ ഇവർക്ക് പിന്നെ നെറ്റ്വർക്ക് കണക്ഷൻ ലഭിക്കില്ല. അപ്പോൾ പുവർ നെറ്റ്വർക്ക് കണക്ഷൻ ആയാൽ തന്നെ കോള് കണക്ട് ആവുകയില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഹോം സിക്നസിന്റെ കാര്യം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ദുബായിലും കാര്യങ്ങളൊക്കെ അബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്നവരും അങ്ങനെ തന്നെയല്ലേ, വീടുകാരുമായിട്ട് അകന്നിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. ഈ ഷിപ്പിലുള്ളവർക്കാണെങ്കിൽ 9-10 മാസം കൊണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റുന്നതല്ലേ. പുറത്ത് അബ്രോഡിലൊക്കെ 1 വർഷം 2 വർഷത്തേക്കൊക്കെ പോകുന്നവർ എങ്ങനെ നാട്ടിലേക്ക് വിളിക്കുന്നത്? ഇത്രയും ഇതിനേക്കാളും ഡ്യൂറേഷൻ അല്ലേ അവർ പുറത്ത് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. ശരിയാണ്.
പക്ഷെ എബ്രോഡൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് വിളിക്കണം എന്ന് കരുതുമ്പം വീട്ടിലേക്ക് സംസാരിക്കാൻ പറ്റും, കോൾ വിളിച്ച് സംസാരിക്കുക അല്ലെ, വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ലഭിക്കും. പക്ഷേ ഈ ഒരു ഷിപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്റർനെറ്റ് ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്, വെതർ കണ്ടീഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അൺലിമിറ്റഡ് കിട്ടിയാലും അല്ലെങ്കിൽ ഈ ദിവസം ഇത്ര ടൈം ലിമിറ്റ്, ഇത്ര MB മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. ആ ഒരു MB കഴിഞ്ഞാൽ അവർക്ക് വിളിക്കാൻ പറ്റില്ല വീട്ടിലേക്ക്. പിന്നെ ഇന്റർനെറ്റ് ഈ ഒരു വെതർ കണ്ടീഷൻ മൂലം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീരെ വിളിക്കാൻ പറ്റില്ല. അതായത് അത് ചിലപ്പോൾ ഒരാഴ്ചയാവാം, 2 ആഴ്ചയാവാം. എപ്പോഴാണോ ആ ഒരു വെതറൊക്കെ ക്ലിയർ ആയിട്ട് നെറ്റ്വർക്ക് അവൈലബിൾ ആവുന്നത് ആ സമയത്ത് മാത്രമേ വീട്ടിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റൂ. അതായത് എൻ്റെ ഹസ്ബൻഡൊക്കെ മുന്നേ ഫസ്റ്റ് ഇനീഷ്യലി ജോയിൻ ചെയ്ത ഷിപ്പിലൊക്കെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞിട്ടും നെറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അവർക്ക് എങ്ങനെയാണ് നെറ്റ് അവൈലബിലിറ്റി കിട്ടുന്നതെന്ന് വെച്ചാൽ പോർട്ടിലെത്തുമ്പോൾ മാത്രം സിം കാർഡ് കിട്ടും. ആ ഒരു സിം വെച്ചിട്ട് മാത്രമേ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റൂ. അടുത്തൊരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ കോളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ലോങ് സെയിൽ ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു പോർട്ടിലേക്ക് അവരെത്തുന്നത്. പിന്നെ അവിടുത്തെ ഒരു സിം വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്. ചില സ്ഥലങ്ങളിലെ സിമ്മിന് കോൾ ഫെസിലിറ്റി ഉണ്ടാവില്ല. ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് മാത്രമേ അയക്കാൻ പറ്റൂ. വാട്സപ്പ് കോള് പോലും അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അവർ 1.5 മാസം 2 മാസമൊക്കെ കണ്ടിന്യൂസ് വീട്ടുകാരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നിൽക്കുന്നത്. വീട്ടുകാർക്ക് ഇവർ സേഫ് ആണോ, ഇവർ ഓക്കെ ആണോ, ഫുഡ് കഴിച്ചോ എന്നുള്ള ഒരു കാര്യങ്ങൾ പോലും അറിയാൻ പറ്റില്ല. തിരിച്ച് ഇവർക്കും അങ്ങനെ തന്നെയാണ്. വീട്ടുകാർ എങ്ങനെയുണ്ട്, അതായത് ഒരു ഒറ്റപ്പെട്ട ഫീൽ ആയിരിക്കും. ജസ്റ്റ് ആ ഒരു ഷിപ്പിലുള്ള ആൾക്കാർ മാത്രമാണ് അവർക്ക് ഒരു കൂട്ടിനുണ്ടാവുന്നത്. അതെ, അല്ലാതെ ഫാമിലിനെ എന്തായാലും ആ സമയത്ത് അവർ എന്തായാലും മിസ് ചെയ്യും. കാരണം ഫാമിലിയുടെ ഒരു കാര്യങ്ങളും അറിയാതിരിക്കുന്ന സിറ്റുവേഷനിൽ. അങ്ങനെയുള്ളൊരു നെറ്റ്വർക്ക് ഒന്നും ഇപ്പോഴില്ല. അടുത്ത് വരുന്നത് നോ ഫിക്സഡ് ടൈം ഫോർ ജോബ്. അതായത് ഇങ്ങനെ പറയുമ്പം നിങ്ങൾ കരുതും ഷിപ്പിൽ എന്താ കറക്റ്റ് ടൈമിനല്ലേ ജോലിയൊക്കെ ഉണ്ടാവുന്നത്. കറക്റ്റ് ടൈമിനൊക്കെയാണ്, പക്ഷേ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈം വരെ ജോലി ചെയ്തു, ഇനി നമുക്ക് റെസ്റ്റ് ടൈം ആണെന്ന് ഒരിക്കലും മെർച്ചന്റ് നേവി ഫീൽഡ് ആകുമ്പോൾ പറഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്, ഇല്ലെങ്കിൽ ഉറങ്ങാൻ തുടങ്ങുന്ന സമയമാണ്, ഒരു എമർജൻസി കോള് വന്ന് നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാലും നിങ്ങൾ പോയിരിക്കണം. അത് നിങ്ങൾ 12 hour 10 hour വർക്ക് കഴിഞ്ഞിട്ടാണോ വന്നത് ഒന്നും ഉണ്ടാവില്ല. എമർജൻസി കോള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടൈമിന് ജോലിക്ക് പോകണം. നാട്ടിലെ പോലെ 9 to 5 10 to 6 ഇങ്ങനെ ഒരു പ്രോപ്പർ ടൈമിങ് വെച്ചിട്ടല്ല അവിടെ ജോലി ഉണ്ടാവുന്നത്. എമർജൻസി കോൾ എപ്പോഴാണോ വരുന്നത് അപ്പോഴും നിങ്ങൾ അവിടെ പ്രസന്റ് ആയിരിക്കണം. ചില ദിവസങ്ങളിൽ ഉറക്കമില്ലാതെ വരെ ജോലി ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ ആള് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും വീട്ടിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഫോണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരിക്കും എൻജിൻ റൂമിൽ നിന്ന് കോൾ വരുന്നത്, എമർജൻസി ഉണ്ട് ഡ്യൂട്ടിക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ അവർ, അതായത് മോർണിംഗ് ടു ഈവനിങ് വരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരിക്കും ആളൊരു കുറച്ച് സമയത്തേക്ക് റെസ്റ്റിന് വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുക, കോൾ ചെയ്യാന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്ത് വീണ്ടും കോൾ വന്നിട്ട് ഡ്യൂട്ടിക്ക് പിന്നെയും പോകും. പിന്നെ ചിലപ്പം മിഡ് നൈറ്റ് ഒക്കെ ആയിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോഴേക്കും നെക്സ്റ്റ് ഡേ പിന്നെയും ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈം ആവും. അപ്പം അതൊക്കെ അവർക്ക് ശരിക്കും ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ്. വലിയ തരത്തിലുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഷിപ്പിൽ അവൈലബിൾ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ഡോക്ടേഴ്സ്, നേഴ്സസ് അങ്ങനെ ആരും ഉണ്ടാവില്ല. ഇവിടെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെറിയ ചെറിയ കുട്ടി മരുന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് കൊടുക്കുന്നത് ഓഫീസേഴ്സ് ആണ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് അവർ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം വലിയൊരു എന്തെങ്കിലും ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഷിപ്പിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇപ്പൊ പോർട്ടിലൊക്കെയാണ് ഷിപ്പ് ഉള്ളതെങ്കിൽ ആ ഒരു കൺട്രിയിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് നടത്താവുന്നതാണ്. പക്ഷെ സെയിലിംഗ് ഒക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ അവരുടെ കമ്പനീനെ അറിയിച്ച് കമ്പനി ഹെലികോപ്റ്റർ അയച്ച് ഹെലികോപ്റ്റർ വന്ന് ഈ പേഷ്യന്റിനെ കൂട്ടി അവിടുന്ന് തിരിച്ചൊരു കൺട്രിയിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു മെർച്ചന്റ് നേവിയുടെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നെക്സ്റ്റ് പറയാനുള്ളത്, മെർച്ചന്റ് നേവിയിലെ ജോലി എന്ന് പറയുന്നത് പെർമനന്റ് ജോബ് അല്ല, ഇറ്റ്സ് എ കോൺട്രാക്ട് ബേസ്ഡ് ജോബ്. അതായത് നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു ഷിപ്പിൽ കയറുന്ന സമയത്ത് ആ ഒരു ഷിപ്പിൽ നിങ്ങൾക്ക് 6 മാസം 9 മാസമായിരിക്കും കോൺട്രാക്ട് വരുന്നത്. ആ ഒരു കോൺട്രാക്ട് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ജോബ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ പെർമനന്റ് ആയിട്ട് ആ കമ്പനീൻ്റെ എംപ്ലോയി ആയിരിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ടൈമും സെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനി തന്നെ ചൂസ് ചെയ്യാം, കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് കമ്പനി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചില കമ്പനീസ് ഒരു ന്യൂ എംപ്ലോയിനെ എടുക്കുന്ന സമയത്ത് ബോണ്ട് വെക്കും. അതായത് ഒരു 3 വർഷം 4 വർഷം, എന്നാലും അതൊരു പെർമനന്റ് അല്ലല്ലോ, ടെമ്പററി തന്നെയാണ്. 3 വർഷം 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കമ്പനി ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ മെർച്ചന്റ് നേവി ഫീൽഡിലുള്ള ഒരാള് സൈൻ ഓഫ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിൽക്കുന്ന അത്രയും സമയം അവർക്ക് സാലറി ഉണ്ടാവില്ല.
എല്ലാവരും പറയും ഹൈ സാലറി കണ്ടിട്ട് മെർച്ചന്റ് നേവി ഫീൽഡ് അടിപൊളിയാണെന്ന്. പക്ഷെ അവർക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഓൺ ബോർഡ് ഉള്ള സമയത്ത് മാത്രമേ അവർക്ക് സാലറി ലഭിക്കുന്നുള്ളൂ. തിരിച്ച് നാട്ടിൽ വന്നിട്ട് നാട്ടിൽ നിൽക്കുന്നത് ഒരു 3 മാസം ആയിക്കോട്ടെ, 4 മാസം ആയിക്കോട്ടെ, 5 മാസം ആയിക്കോട്ടെ, അവർക്ക് ആ ടൈമൊന്നും സാലറി ഇല്ലാതെയാണ് അവർ നാട്ടിൽ ജീവിക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ളതാണ് ഡിലേ ഇൻ സൈൻ ഓൺ ഓർ സൈൻ ഓഫ്. മെർച്ചന്റ് നേവി ഫീൽഡിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അവരുടെ സൈൻ ഓഫ് എപ്പായിരിക്കും, സൈൻ ഓൺ എപ്പോഴായിരിക്കും എന്നുള്ളത്. ചിലപ്പോൾ അവർ സൈൻ ഓണിന്റെ എല്ലാ റെഡി ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ജോയിനിങ് ഡിലേ ആവാം. അതുപോലെ ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എപ്പോഴാണ് അവരുടെ സൈൻ ഓഫ് ഉണ്ടാവുക എന്നുള്ളത്. അവരുടെ കോൺട്രാക്റ്റ് ഒക്കെ കഴിഞ്ഞ്, ഇപ്പം 6 മന്ത് ആയിക്കോട്ടെ, 9 മന്ത് ആയിക്കോട്ടെ, കോൺട്രാക്റ്റ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് ഇറങ്ങേണ്ട സമയം ആവുമ്പോഴായിരിക്കും ചിലപ്പം ഷിപ്പ് നടുക്കടലിലെ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു പോർട്ട് എത്തിക്കഴിഞ്ഞാലല്ലേ അവർക്ക് അവിടുന്ന് റിലീവ് കിട്ടൂ, ഇറങ്ങാൻ പറ്റൂ. അപ്പൊ ആ ഒരു പോർട്ടിലേക്ക് എത്താൻ ചിലപ്പം പിന്നെയും 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ട്രാവലിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അവർ എപ്പോൾ ജോയിൻ ചെയ്യും, എപ്പോഴും ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റൂല. നെക്സ്റ്റ് പറയാനുള്ളത് നെവർ എൻഡിങ് സ്റ്റഡീസ്. അതായത് ഈ മെർച്ചന്റ് നേവി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു കാലത്തും പഠിത്തം തീരുന്നില്ല. അവർ ഓരോ സമയത്തും പഠിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഇപ്പം നാട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ അബ്രോഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞു, അവർക്ക് ആ ജോലിക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പഠിക്കണ്ട, ജോലി ചെയ്താൽ മാത്രം മതി. പക്ഷേ മെർച്ചന്റ് നേവി ഫീൽഡിലാണെങ്കിൽ അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ പിന്നെ അവർ പഠിച്ച് പിന്നെ അതിൻ്റെ എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാലാണ് പ്രൊമോഷൻ കിട്ടുന്നത്. അപ്പം ഇവർക്ക് ഒരു നല്ല റാങ്ക് എത്തുന്നത് വരെ അവരുടെ കോഴ്സുകളും എക്സാംസുകളും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് അഡ്വഞ്ചറിയസ് ലൈഫ്. അതായത് ഈ ഒരു ഷിപ്പ് ഫീൽഡ് എന്ന് പറയുന്നത് തികച്ചും സാഹസികത നിറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ് തന്നെയാണ്. റഫായിട്ടുള്ള സീയിൽ എന്താണ് സംഭവിക്കുക എന്ന് പോലും ഇവർക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം അത് വെച്ച് നോക്കുമ്പം അതും ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഈ മെർച്ചന്റ് നേവി ഫീൽഡിനെ വെച്ച് നോക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ളതാണ് അഡ്വാൻസ് ആൻഡ് റിട്ടാർഡ് ഇൻ ടൈം. എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? അതായത് മെർച്ചന്റ് നേവി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കില്ല അവർ ഉണ്ടാവുന്നത്. അവരിങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും, ഓരോ കൺട്രിയിൽ അവർ സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ട് ടൈമിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈം കൂടുന്നതിനെയും കുറയുന്നതിനെയാണ് അഡ്വാൻസ് റിട്ടാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ നാടായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ടൈമിൽ ചേഞ്ചസ് ഉണ്ടാവും. ടൈം കൂടും, ടൈം കുറയും, ഇത്ര അവർ കൂടും, ഇത്ര അവർ കുറയും. ചില സമയത്ത് USA പോകുന്നതാണെങ്കിൽ 11-11.5 മണിക്കൂറൊക്കെ ആയിരിക്കും ടൈം ഡിഫറൻസ് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള അഡ്വാൻസും റിട്ടാർഡും ഇവർക്ക് ഈ ഒരു മെർച്ചന്റ് നേവി ഫീൽഡിന് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നെക്സ്റ്റ് പറയാനുള്ളതാണ് ഫുഡിനെ കുറിച്ചിട്ട്. ഇവർക്ക് ലക്ഷറി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഷിപ്പിൽ ലഭിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഷിപ്പിലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചീഫ് കുക്കാണ്. അപ്പം മലയാളി ചീഫ് കുക്കൊക്കെ ആണെങ്കിൽ ഈ നാട്ടിൽ ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും, ഇന്ത്യൻ ടേസ്റ്റിൽ ഫുഡ് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ഫിലിപ്പീൻസ് അങ്ങനെ മറ്റ് കൺട്രീസിലൊക്കെ ഉള്ള ചീഫ് കുക്കൊക്കെ ആണ് ഇവർക്ക് ഷിപ്പിൽ ഉണ്ടാവുന്നതെങ്കിൽ അവർ അവരുടേതായ സ്റ്റൈലിലായിരിക്കും ഫുഡ് വെക്കുന്നത്. അപ്പം കഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് മെർച്ചന്റ് നേവി ഫീൽഡിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഇത് ഒരിക്കലും ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ട് ജോലിക്ക് കയറാൻ നിൽക്കുന്ന ആരെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതല്ല. നിങ്ങളൊരു ഫീൽഡ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അറിഞ്ഞിരിക്കണമല്ലോ. പലരും അഡ്വാൻറ്റേജ്, അതായത് പോസിറ്റീവ് സൈഡ് മാത്രം അറിഞ്ഞിട്ടാണ് പോകുന്നത് ജോലിക്ക്. പിന്നെ ഷിപ്പിൽ എത്തിയിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് നമുക്കിത് പറഞ്ഞു തരാൻ ആരുണ്ടായിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരാറുണ്ട് മിക്ക പുതുതായിട്ട് കയറുന്ന കുട്ടികൾക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടി പറഞ്ഞത്. നിങ്ങൾ ഈ ഒരു ജോലി നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ 2 കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാം. പോസിറ്റീവും അറിയാം, നെഗറ്റീവും അറിയാം. ഈ ഒരു മെർച്ചന്റ് നേവി ഫീൽഡ് അത്ര ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് അറിഞ്ഞാൽ പോലും അവർ ജോയിൻ ചെയ്യാൻ റെഡിയാവും. ഇപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതിന് നെഗറ്റീവ്സുകളൊക്കെയാണ് ആദ്യം അറിഞ്ഞു വെച്ചത്. അതിനുശേഷം ആ ഒരു പാഷൻ ഉള്ളതുകൊണ്ടാണ് ഷിപ്പിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാകും. അപ്പം എന്തായാലും ഞാൻ പറയുന്നത്, നിങ്ങൾ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഷിപ്പിന്റെ പോസിറ്റീവ് നെഗറ്റീവ്, അത് എൻ്റെ വീഡിയോ ആണെന്നില്ല, ഷിപ്പിന്റെ നല്ല കാര്യങ്ങളും ഇതേപോലെ കുറച്ചുള്ള പോരായ്മകളും നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ മെർച്ചന്റ് നേവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും എൻ്റെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.